ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുഞ്ചുള്ള കുറച്ചധികം പർദ്ദകളുടെ വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തേൽ ഫസ്റ്റിൽ കാണിക്കുന്നത് സ്ലീവൻ്റെ ഇലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു മോഡലാണ്. ഷോൾഡറിലായിട്ട് ചെറിയ ചെറിയ ഞെറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ള പർദ്ദ തന്നെയാണ്. പോക്കറ്റൊക്കെ വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പർദ്ദയാണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാട്ടോ. കാരണം വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അയക്കാനായിട്ട് പറ്റും. അടുത്തത് ഈ ഒരു പർദ്ദയാണ്. ഇതിൻ്റെത് ചെറിയൊരു കഫാട്ടോ സ്ലീവിലായിട്ട് കൊടുക്കുന്നത്. കഫിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പ്രസ് ബട്ടൺ വേണമെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ പറയണം. കോളർ നെക്കാണ്. ഇഷ്ടമില്ലാത്തവരുണ്ട് വെച്ചാൽ കോളർ നെക്കിന് പകരം ഏതാ നെക്ക് വേണ്ടതെന്നുള്ളത് പറയണം. ഫ്രണ്ടിലായിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൽ ഞെറി തന്നെയാട്ടോ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഞെറി വന്നിട്ടുണ്ട്. അടുത്ത വന്നിട്ട് ഈ ഒരു മോഡലാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു സ്ലീവ് തന്നെയാട്ടോ. ഭംഗിയുള്ളൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓർഡർ ചെയ്ത പർദ്ദൻ്റെത് കുറച്ചൊന്ന് പെരുന്നാൾ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞത് ഒന്ന് ഡിലേ അയച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്നവർ കുറച്ച് പേര് നാട്ടിലാട്ടോ, ഇതിൻ്റെ ലീവായിട്ട് നാട്ടിൽ പോയിട്ടാട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും കൂടി ആകുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ കുറച്ച് ഇത്തിരി ഒന്ന് ലേറ്റ് ആവണേ. അപ്പോൾ ഇൻഷാല്ല അവർ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. വന്നു എന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഒരു വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞാൽ പൊതുവെ എനിക്ക് ഓർഡർ കുറച്ചൊന്ന് കുറയാറുണ്ട്. പക്ഷേ ഇത്തവണ പെരുന്നാൾ കഴിഞ്ഞിട്ടും ഒരുപാട് ഓർഡർ ആട്ടോ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വർക്കിലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇപ്പോൾ പറയണേ, ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും 10 ദിവസം ആയല്ലോ അല്ലെങ്കിൽ 8 ദിവസം ആയല്ലോ എന്താ കിട്ടാത്തതെന്നുള്ളത്. അതാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കർണാടക, തമിഴ്നാട് അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള പർദ്ദൻ്റെ ആട്ടോ പറയണേ. നിങ്ങൾ തരുന്ന നമ്പറിൽ ഫോൺ വിളിച്ച് കിട്ടിയില്ല വെച്ചാൽ ആ ഒരു പർദ്ദ എനിക്ക് തന്നെ റിട്ടേൺ വരിക കേട്ടോ ചെയ്യാൻ. കാരണം നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വെക്കണം എന്ന് പറയുന്നത്, നിങ്ങൾ 2 നമ്പർ വെക്കുക വെച്ചാൽ അവർക്ക് ഒന്നിൽ വിളിച്ച് കിട്ടുന്നില്ല വെച്ചാൽ മറ്റേ നമ്പറിൽ വിളിക്കാം. ചിലവർ ഫോൺ അടിച്ചാൽ പോലും എടുക്കില്ല. കാരണം കൂടി ഞാൻ പറയാം. DTDC ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് എന്നെ വിളിച്ചു. അവർ ഫോൺ എടുക്കുന്നില്ല, നിങ്ങൾ അയച്ചിട്ടുള്ള പർദ്ദ കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കസ്റ്റമറിനെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് 3 തവണ വിളിച്ചു. വാട്സപ്പിൽ വിളിച്ചു. വാട്സപ്പ് കോൾ ഓൺലൈനിൽ അവരെ കണ്ടിട്ടാണ് വാട്സപ്പ് കോൾ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ വോയിസ് മെസ്സേജും അയച്ചു. എന്നെക്കൊണ്ട് അതേ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തരുന്ന നമ്പറാണ്. അത് 3 ഒക്കെ അവർ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ഉണ്ടായിട്ടും ഒന്നുകിൽ എന്നെ തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാണ്ട് എന്താ പറയുക. പിന്നെ DTDCക്കാരായിക്കോട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. DTDC ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നാട്ടിലത്തതാണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഒന്ന് പറയാം, കുറച്ച് നേരം കൂടി അവിടെ വെക്കണേ, നാളെ വന്ന് കസ്റ്റമർ എടുത്തോളൂ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. DTDC ഓഫീസിൽ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു വെച്ചാൽ അവർ ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ്. സാധാരണ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഞാൻ രണ്ടാമതും അയക്കുമ്പോൾ എനിക്ക് നഷ്ടമാണ്. ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ. കേരളത്തിൽ മുഴുവൻ ഫ്രീ ഹോം ഡെലിവറി ആണ്. കേരളത്തിന് പുറത്ത് ഷിപ്പിംഗ് ചാർജ് വരും. എന്നുവെച്ചാലും കേരളത്തിൽ ഫ്രീ ഹോം ഡെലിവറി ആണെങ്കിൽ കൂടി എനിക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്താലാണ് ആ ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഫോൺ നമ്പർ വെക്കുന്നവർ 2 നമ്പർ വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാതും തന്നെ മുഞ്ചുള്ള പർദ്ദകളാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണോ ഇഷ്ടമായിട്ടുള്ള വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുകൊണ്ടു. ഞായറാഴ്ച ഞാൻ ഓർഡർ എടുക്കാറില്ല, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്നെ 10 മണി മുതൽ 11 മണി മുതൽ വൈകിട്ടത്തെ 5 മണി വരെ ഫോൺ ചെയ്യാം കേട്ടോ. അഥവാ ഞാൻ മെസ്സേജ് നോക്കുന്നില്ല വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഫോൺ ചെയ്യണം കേട്ടോ. കാരണം അത്രയും മെസ്സേജാണ്. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നോക്കായികയല്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വെച്ചാൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടു. എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ ഷോപ്പ് വരുന്നത്. സുമിയ ബയാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. കേരളത്തിൽ എവിടെ വെച്ചാലും നിങ്ങൾക്ക് ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പർദ്ദ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാതും എന്താ പറയുക, പുതിയ വന്നിട്ടുള്ള കളക്ഷൻസാണ്. ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏതാണോ സൈസ് വേണ്ടത് വെച്ചാൽ അത് പറയാം. അതുപോലെ തന്നെ ഏത് ക്ലോത്തിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതും പറയാം കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പർദ്ദ തന്നെയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത്. വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കൊണ്ടു. മെസ്സേജിന് റിപ്ലൈ ഇല്ല വെച്ചാൽ ഫോൺ ചെയ്യുകൊണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണു. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.